ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിമ്മൂസ് വേൾഡ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് കട്ട് ചെയ്ത് പഞ്ചസാര ഇട്ട് കഴിക്കും, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കുകയൊക്കെയാണ് ചെയ്യാറ്. ബട്ട് ഇന്നിവിടെ ചെയ്യുന്നത് നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു ചമ്മന്തീൻ്റെ റെസിപ്പിയാണ് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അത് പാഷൻ ഫ്രൂട്ട് ചമ്മന്തി. ആകെ 4 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ ഇത് മതി, അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ സംഭവം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉണക്കമുളക്, വെളുത്തുള്ളി, തേങ്ങ, പാഷൻ ഫ്രൂട്ട്, ഉപ്പ്. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായാൽ അതിലേക്ക് ഒരു 3 ഉണക്കമുളക് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിന് ശേഷം വെളുത്തുള്ളി ഒരു 3 അല്ലി അത്രയേ വേണ്ടൂ. അതും ഒന്ന് ഇട്ട് ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഉണങ്ങാൻ വേണ്ട, അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അധികം വറക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ശരിക്കും ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. നല്ല പുളിയും എരിവൊക്കെ ഉള്ള ഒരടിപൊളി ചമ്മന്തി തന്നെയാണിത്. അതുമൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ട്. നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണിത്. ഇതിനി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ മൊത്തത്തിൽ തേങ്ങയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ചൂടാക്കി വെച്ച തേങ്ങ, ഉണക്കമുളക്, വെളുത്തുള്ളി, അത് ഫുള്ളായിട്ട് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫുള്ളായിട്ട് അതിലേക്ക് ഇടുക. ഇനി ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു 1/2 പീസ് തോട് കൂടി അതിലേക്ക് ഇടുക. അതൊന്ന് കട്ട് ചെയ്ത് ഒരു 1/2 പീസ് മതി. നന്നായി ക്ലീൻ ചെയ്തിട്ടെടുക്കണം പാഷൻ ഫ്രൂട്ട്. അതിൻ്റെ പുറം ഭാഗം കൂടി കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. ഇതിന് ശരിക്കും ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തീൻ്റെയൊക്കെ ടേസ്റ്റാണ് വരുന്നത്. നല്ല പുളിയും അതുപോലെ തന്നെ ഈ ഉണക്കമുളകിൻ്റെ നല്ല എരിവൊക്കെ കൂടി നല്ല ടേസ്റ്റുണ്ട് സംഭവം. അതിന് ആ ഒരു 1/2 പീസ് അതിൻ്റെ തൊലി ഭാഗം കട്ട് ചെയ്ത് അതിലോട്ടിടുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക.
അതിൻ്റെ തൊലിയൊക്കെ നന്നായി അരയണം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇതാ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു അടിപൊളി ചമ്മന്തിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. Subscribe the channel. Thank you for watching my channel.